കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന്റെ അനുശോധ്യനായ അമരക്കാരൻ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ അക്കാഡമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്ന ഉന്നത വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു, ഈ പറഞ്ഞ കായിക വകുപ്പ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാൽ സാർ, KMA ജനറൽ സെക്രട്ടറി റിയാസ് അഹമ്മദ് സാർ, ട്രഷറർ ബാബു അഹമ്മദ് സാർ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ റബ്ബ് സാഹിബ്, അതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അൻവർ അമീൻ, ചെയർമാൻ തിരൂർ SM പോളിടെക്നിക്കിൻ്റെ PK ബീരാൻ, K പത്മകുമാർ, അഷ്റഫ് കോക്കൂർ, അസംബ്ലി സെക്രട്ടറി, മറ്റുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നദ്ധരായിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ പോളിടെക്നിക്കൽ വിദ്യാർത്ഥിനികൾ, അധ്യാപകന്മാരെ, സഹോദരന്മാർ, പ്രിൻസിപ്പൽ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൻ്റെ പുതിയ ഒരു അക്കാഡമിക് മോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഈ സായാഹ്നത്തിലാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ ഒരു ഉദ്ഘാടനം വളരെ നേരത്തെ തന്നെ മുമ്പ് നാൾക്ക് തന്നെ ഇത് ഉദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം വലിയൊരു പരിപാടിയായി ഇവിടെ സംഘടിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും അതുപോലെ മന്ത്രിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. കമ്പ്യൂട്ടർ ലാബിൻ്റെ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഉന്നത വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു അവറുകളും MP ഈ അംഗീകാരം പത്രക അംഗീകാരം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവറുകളും വെബ്കാസ്റ്റ് സ്റ്റുഡിയോ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാൽ സാഹിബ് ഇവിടെ നിർവഹിക്കുകയാണ്. മെയിൻ ബ്ലോക്കിൻ്റെ അക്കാദമിക് ബ്ലോക്കിൻ്റെ സമുച്ചയം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കും. 1962 തുടക്കം കുറിച്ച ഈ SSM പോളിടെക്നിക്ക് ഇന്ന് 6 പതിറ്റാണ്ട് അത് ഇവിടെ പിന്നീട് 63 വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ഇത്തരമൊരു അക്കാദമിക് സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. മർഹൂം KM സീതി സാഹിബ് ഇതിൻ്റെ ഫൗണ്ടർ അടക്കമുള്ള നിഷ്കാമ കർമ്മങ്ങളായ മഹത്തുക്കളുടെ തുടക്കം കുറിച്ച മഹത്തായ സ്ഥാപനം ഇന്ന് കേരളത്തിൽ ഇന്ന് എടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. KM എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് അവിടെ എറണാകുളം ആലുവയിൽ പ്രവർത്തിക്കുന്നു. 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് വളരെയധികം ഉന്നതമായ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ SSM പോളിടെക്നിക് എല്ലാ കാലത്തും ഗുണമേന്മയുള്ള സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിലും വിദ്യാർത്ഥികളെ കാലത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് രൂപപ്പെടുത്തുവാനും എടുക്കുന്നതിലും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ്. വിവിധ അധ്യക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ ബ്ലോക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മികച്ച പഠനാന്തരീക്ഷം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. പുതിയ ചെയർമാൻ അൻവർ അമീൻ ചാർജ് എടുത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുതിയ ബ്ലോക്ക് നമ്മുടെ വിദ്യാലയത്തിലുള്ള ഭാവിയിലെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്നും പ്രത്യാശിക്കുന്നു. എന്തുകൊണ്ടും ഞാനിവിടെ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. KMയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തിയ സേവനങ്ങളും സംഭാവനകളും നമുക്ക് മറക്കാനാവാത്തതാണ്. സമുദായ പുരോഗതിക്ക് വേണ്ടി വലിയ കരുത്ത് പകരുന്ന KMയുടെ നേതൃത്വ പദവിയിലിരുന്ന ദീർഘകാലം അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുട്ടിയാമട്ട് സാഹിബ് നമ്മുടെ ഈ പരിപാടിയിൽ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ
ഈ നഗർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ തീർത്തിയ ആ പുരോഗമനം ഇനിയും അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയ ചെയർമാൻ കൈമാറാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ആ ചടങ്ങിനെത്തിയ ആദരണീയ സെയ്ദ് സാദിഖ് അലി ശിഹാബ് അതുപോലെ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് സസ്നേഹം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you, sir.